മുഖത്തിന് നല്ല നിറം വെക്കണം. ഇതുപോലെ നിങ്ങളുണ്ടല്ലോ, പേരയുടെ കൂമ്പ് ഇലയില്ലേ, അത് ഇതുപോലെ നിങ്ങൾ നരച്ചൊന്ന് ഫേസിലിട്ട് നോക്കിക്കേ. മുഖത്തിന് നല്ല നിറം വെക്കുകയും ചെയ്യും. മുഖക്കുരു കൂടെ കൂടെ വരുന്ന കുട്ടികളൊക്കെ അല്ലേ, ഈ കാരയും മുഖക്കുരുവൊക്കെയും, അപ്പം അങ്ങനെയുള്ള ഇത് പെട്ടെന്ന് പോവുകയും ചെയ്യും. ആ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെയും ഉണ്ടാവത്തില്ല കേട്ടോ. മുഖക്കുരു വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ 2 ആഴ്ച 1 മാസത്തോളമൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ഉണ്ടാക്കി നോക്കേ. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന പേരയുടെ കൂമ്പ് ലീഫില്ലേ, നല്ല കിളിന്ത് ലീഫ്, അതുണ്ടെങ്കിൽ ഒരു 2-3 തണ്ട് ഒടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് മഞ്ഞളിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല പൊടിച്ച മഞ്ഞൾപ്പൊടി ഇല്ല, നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങുന്നത്, അത് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ല ഉണ്ടോ. അതല്ലെങ്കിൽ പച്ചമഞ്ഞൾ ആത്താലും മതി. ഇനി മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുൾട്ടാണി മിട്ടി ഞാൻ കല്ല് പോലെ കാണുന്നത് പൊടി കല്ലായിട്ട് വാങ്ങിച്ചേക്കുന്ന മുൾട്ടാണി മിട്ടി കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് കിട്ടും. നല്ല വിലക്കുറവാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ 20 ഗ്രാമൊക്കെ ആയിട്ട് വാങ്ങുന്നത് എത്ര 20-30 രൂപ കൊടുക്കണ്ടേ. 2 കിലോയോ 1.5 കിലോ ഒക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 160 രൂപയുടെയൊക്കെ അടുത്താൽ വരുള്ളൂ. നല്ല ഓഫർ പ്രൈസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഇട്ടേക്കാം, സൈറ്റ് ഇട്ടേക്കാം. ക്ലിക്ക് ചെയ്തിട്ട് കയറി വാങ്ങിച്ചോട്ടോ. എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളത് ചതച്ചിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് പൊടിയുണ്ടാവും, ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാം. നിങ്ങൾ ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുപോലെ ഫേസിൽ തേക്കാട്ടോ. അപ്പം മുൾട്ടാണി മിട്ടി ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതാണേ. അപ്പം ഒരു ഒന്നോരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാരിയിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്കുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ മുറ്റത്ത് അവിടെയൊക്കെ കറ്റാർവാഴ നിൽക്കുന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും ഫേസിന് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ജെല്ലും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. ഫേസിൽ നല്ല നിറം വെക്കും. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാവേ. നല്ലൊരു മണവും കിട്ടും, സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന കമ്പനിയിൽ നിന്നൊന്നുമില്ല, ഇഷ്ടമുള്ള റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ചേർത്തേക്കുന്ന കൂട്ടുകൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഒന്ന് അതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇതുപോലെ ക്രീം പോലെ കിട്ടും. അപ്പം നമ്മൾ ഈ ഇലകൾ കുറച്ചൊക്കെയാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഈ കൂട്ടുകൾ കുറവാണെങ്കിൽ ശരിക്കും അരഞ്ഞ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ അരഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂട്ടത്തിലേക്ക് 2-3 സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇല അരയാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൂടെ ഒന്നുകൂടെ കൂടി ഒന്ന് തിക്കാവാനായിട്ട് 2 സ്പൂണോളം വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ അലോവര, നമ്മൾ മുറ്റത്തുനിന്ന് പറമ്പിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അലോവരയുടെ ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈറ്റ് ഈ പറഞ്ഞ പോലെ വൈറ്റമിനിയുടെ ക്യാപ്സൂളിൻ്റെ എംഗ്ലിസറിൻ്റെ ഒക്കെ സൈറ്റ് ഞാൻ എല്ലാം കൂടി നമുക്ക് ഈ ഒരു ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അലോവര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഗ്ലിസറിനൊക്കെ വേണമെങ്കിലേ ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യട്ടോ, എന്നിട്ട് പിൻ ചെയ്തിട്ടുതരാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോ കാണില്ലേ, യൂട്യൂബ് വീഡിയോ കാണുമ്പം അതിന് താഴെ ഇങ്ങനെ മലയാളം എഴുതി കാണിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ എഴുതി വെച്ചേക്കുന്ന പോലെ. ഈ നമ്മുടെ വീഡിയോയുടെ മുകളിൽ ഇങ്ങനെ ഹെഡിങ് എഴുതിയേക്കുന്ന പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഹെഡിങ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം ആ ഹെഡിങ്ങിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്കുകൾ കാണാം കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും ഗ്ലിസറിനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി ഇട്ട് വെച്ചേക്കാം. അതല്ലാണ്ട് മുൾട്ടാണി മിട്ടി മാത്രമായിട്ടാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഈ വീഡിയോയുടെ താഴെ സൈറ്റ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമ്മൾ ഇപ്പോൾ എത്ര പ്രായം എന്തായാലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമ്മളിത് ഇത്രയും കൂട്ടുകൾ ചേർത്തിട്ട് നമ്മൾ ഫേസ് കഴുകി കളയുമ്പോൾ നമുക്ക് ആ ഫേസിൽ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു 20 മിനിറ്റ് മുൻപ് നേരം തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇളകി പോരാനൊക്കെ ആയിട്ട് നല്ലതാണ്. സ്കിന്ന് നല്ല രീതിയിൽ വൈറ്റ് ആവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് തേച്ചിട്ട് കഴുകി കളഞ്ഞോ. നമ്മൾ സാധാരണ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും എന്തെങ്കിലുമൊക്കെ നല്ല ഫേസ് ക്രീമുകൾ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് പോൺസിൻ്റെ ഫേസ് ക്രീമായിട്ട് തേച്ചേക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഫേസ് ക്രീമുകളൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ കാണാം. അത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ.